പ്രൈസ് ദി ലോർഡ്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കും. നാളുകൾ കഴിയും മുമ്പ് ദൈവം അവനെ ഓർക്കും. അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ജീവിപ്പിക്കാൻ പോകുകയാണ്. ദൈവം ചിലതിനെ ഓർക്കാൻ പോകുകയാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ. അതേ പ്രിയരെ, ഈ പകൽക്കാലം ദൈവാത്മാവ് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടെന്ന് ദേശം കാണത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. നാം വായിച്ച വാക്യം ഹബക്കൂക്കിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഹബക്കൂക്ക് 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട്: ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയും ഇല്ല. ഇതൊക്കെ ആഴമായി ഇസ്രായേലിനോട് പ്രവചിക്കുന്ന ശക്തനായ പ്രവാചകൻ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിൽ എത്രയോ രാത്രികളിൽ നാളത്തെ എന്താകുമെന്ന് ചിന്തിച്ച്, നാളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയ്ക്കോ വകയില്ലാതെ ഏതൊക്കെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഞെരുങ്ങി കണ്ണുനീരോടെ കരഞ്ഞ ചില കണ്ണുനീരിൻ്റെ വാക്കുകളല്ലേ ഹബക്കൂക്ക് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചവരല്ലേ നമ്മൾ? പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് കേട്ടോ. ദൈവത്തെ ഈ പകൽക്കാലം ഓർമ്മിപ്പിക്കുക. കർത്താവേ, നാളുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തി ജീവിപ്പിക്കണമേ, അതിനെ നീ ഒന്ന് വെളിപ്പെടുത്തണമേ. ഈ പകൽക്കാലം അങ്ങനെ നീ പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടുത്തലുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും കേട്ടോ. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ആരാലും പ്രവർത്തിക്കാൻ കഴിയാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തും. വിശ്വസിക്ക്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില മേഖലയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചലനം വെളിപ്പെടും. അത് നിന്റെ ജീവിതത്തിനകത്ത് ഒരു മഹത്വമായി വെളിപ്പെടും. ഒരിക്കൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഒരുവൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വച്ച് മഹാപുരോഹിതന്മാരിൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് ഇറങ്ങി വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാ, ശൗൽ എന്നാണ് പേര്. സമ്മതപത്രം ഒപ്പിട്ടിരിക്കുമ്പോൾ യെരൂശലേമിലുള്ള സകല പുതിയ മാർഗക്കാരെ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ മുച്ചൂടും തകർത്ത് കളയണമെന്ന് സമ്മതപത്രവുമായി ഇറങ്ങി വരുമ്പോൾ വചനം കൃത്യമായി പറയുന്നുണ്ട്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വച്ച് ദൈവം തൊടേണ്ടവനെ തൊട്ടു. ഈ പകൽക്കാലം നീ പ്രാർത്ഥിക്ക്. ഈ പ്രഭാതത്തിൽ തൊടേണ്ട ചിലതിനെ ദൈവം തൊടും. നിന്നെ തകർക്കാൻ, നിന്നെ മുച്ചൂടും മുടിച്ചു കളയാൻ, നിന്റെ കുടുംബത്തെ ചിതലമാക്കാൻ, നിന്റെ തലമുറകളെ അനാഥമാക്കി കളയാൻ ശത്രുവിട്ട ചില പദ്ധതികളെ ഈ പകൽക്കാലം ദൈവാത്മാവ് ശാസിച്ചു മാറ്റിയിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തിയുടെ വെളിപ്പെടുത്തലുകളെ വെളിപ്പെടുത്തുന്ന ഒരു പകലായി ഈ പകൽക്കാലം തീരും കേട്ടോ. പ്രിയരെ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവന്റെ കയ്യിൽ സമ്മതപത്രമുണ്ട്. സമ്മതപത്രത്തിന്റെ പ്രത്യേകത എന്താ? ഇസ്രായേലിലെ യെരൂശലേമിലെ സകല ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെയും തകർത്ത് കളയുക എന്നതാണ് ലക്ഷ്യം. ഈ പ്രഭാതത്തിലും നീ പോലും അറിയാതെ നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ,
നീ പോലും അറിയാതെ നിന്റെ ബിസിനസ്സിനെയും നിന്റെ തലമുറയും നിന്റെ ആരാധനയും നിന്റെ ശുശ്രൂഷയും തകർത്തു കളയാൻ പതിയിരുന്ന് ചില നിഗൂഢ പദ്ധതികൾ ഒരുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ട്. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്ത് അങ്ങനെ പ്രവചിക്കുക, ആ ഇരുട്ടിന്റെ പദ്ധതികളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഒരു മനുഷ്യനല്ല ഇറങ്ങുന്നത്, സാക്ഷാൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന നാളുകൾ വെളിപ്പെടാൻ പോകുക. സാക്ഷാൽ യഹോവയായ ദൈവം, സാക്ഷാൽ ദൈവം ഈ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുക മാത്രമല്ല, ചിലതിനോട് ദൈവം കണക്ക് ചോദിക്കുന്ന പകൽക്കാലമാണ്. വിശ്വസിക്കാൻ കഴിയുമോ? ഈ പകൽക്കാലം ഇന്നലകളിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ച ചിലതിനോട് ദൈവാത്മാവ് കണക്ക് ചോദിക്കുന്ന പകലായി മാറട്ടെ. ദൈവം ദമസ്കോസിന്റെ പടിവാതിക്കൽ ആ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു വരുന്ന ശൗലിന്റെ മുൻപിൽ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഈ പ്രഭാതത്തിൽ ദൈവം ചിലരോട് ചോദിക്കാൻ പോവുക. ഇന്നലെ വരെ നിന്നെ ഉപദ്രവിച്ചവരോട്, നിന്നെ ഒതുക്കാൻ ശ്രമിച്ചവരോട്, നിനക്കെതിരെ പദ്ധതിയിട്ടവരോട്, നിന്റെ ഉപജീവന മേഖലയുടെ ഇടത്ത്, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഇടത്ത്, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ ഭാവി മേഖലയിൽ, കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത്, മിനിസ്ട്രിക്കകത്ത് ഒതുക്കാൻ പദ്ധതിയിട്ട ചിലതിനോട് സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം ചിലതിനോട് ചോദിക്കുക, ശൗലേ, നീ എന്തിനാ എന്നെ ഉപദ്രവിച്ചത്? പകൽക്കാലം നിനക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലെന്ന് നീ കരുതരുത് കേട്ടോ. ഇന്ന് നീ ആയിരിക്കുന്ന മേഖല ശൂന്യമായിരിക്കാം, കണ്ണുനീരിന്റെ താഴ്വരയായിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം, നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ പോലും ആരും കാണില്ല. പക്ഷെ അധൈര്യപ്പെടരുത്, നിനക്ക് വേണ്ടി ചോദിക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അവന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കേട്ട വാക്തത്വങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുക, ദൈവം ചിലതിനോട് സംസാരിക്കട്ടെ. നാളുകളായി നിന്നെ ഭയപ്പെടുത്തി, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച്, നിന്റെ ശുശ്രൂഷയും നിന്റെ ഭാവിയെയും നിന്റെ ഉപജീവനത്തെയും നിന്റെ നാളുകളെയും മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിച്ച്, എന്തിനേറെ ഈ ലോകത്തു നിന്ന് തന്നെ നിന്നെ മാറ്റിക്കളയാൻ രഹസ്യ അജണ്ടകളിട്ട് ചിലതിനോട് ഈ പ്രഭാതത്തിൽ ദൈവം ഇടപെടട്ടെ. ദൈവം ചിലതിനോട് സംസാരിക്കട്ടെ. എന്തിനാ നീ എൻ്റെ ജനത്തിനെതിരെ പദ്ധതിയിട്ടത്? എൻ്റെ കുടുംബത്തിനെതിരെ പദ്ധതിയിട്ടത്? എൻ്റെ മിനിസ്ട്രിക്കെതിരെ പദ്ധതിയിട്ടെന്ന് ദൈവം ചിലരോട് ചോദിക്കുന്ന പകലായി മാറട്ടെ. പ്രിയരെ, വചനം പറയുന്നു, ശൗലിനോട് ആമേ ശൗലേ ശൗലേ, നീ എന്തിനാ ആമേ യെരൂശലേം ഭൂമിയിൽ പാർക്കുന്ന എൻ്റെ വിശുദ്ധന്മാരെ, എൻ്റെ ജനത്തെ ആമേ ഉപദ്രവിക്കുന്നു എന്നല്ല ചോദിച്ച ദൈവം ചോദിച്ച, നീ എന്തിനാ എന്നെ ആമേ ഉപദ്രവിക്കുന്നത്? ഈ പകൽക്കാലം ഒന്ന് ഞാൻ തറപ്പിച്ചു പറയാം, ഈ പകൽ നിന്റെ കണ്ണൊന്ന് നനഞ്ഞ, നിന്റെ ഹൃദയമൊന്ന് വേദനിച്ച, നിന്റെ ജീവിതത്തിനകത്തൊരു വേദന വന്ന, നിനക്ക് വേണ്ടി ആമേ വേദനിക്കുന്നൊരു സ്വർഗമുണ്ട്. ആമേ കരയുന്നൊരു കണ്ണുകളുണ്ട് കേട്ടോ. വചനം പറയുന്നു, ആമേ ലാസറിന്റെ വീട്ടിന്റെ മുൻപിൽ നിന്ന് യേശു കണ്ണുനീർ വാർത്തു. ആമേ, നീ പകൽക്കാലം നിനക്ക് വേണ്ടി കരയാൻ ഒരു സ്വർഗമുണ്ട് കേട്ടോ. നിന്റെ കണ്ണൊന്ന് നിറഞ്ഞു കഴിഞ്ഞ, നിന്റെ ഹൃദയം ഒന്ന് ഇടിച്ചു കഴിഞ്ഞ, നിന്റെ ഹൃദയമൊന്ന് ആമേ വേദനയോടൊന്ന് ഇടിച്ചു കഴിഞ്ഞ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചോദിക്കാൻ ഒരു സ്വർഗമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറയുന്നത്, കർത്താവേ, നിന്റെ പ്രവർത്തികളെ ജീവിപ്പിക്കണമേ. ഈ ദേശം കാണേണ്ടതിന്, അടിമവാസത്തിൽ കിടക്കുന്ന ജന ആമേ ഈ അടിമ വിട്ടു വരേണ്ടതിന്, പാപത്തിൽ കിടക്കുന്ന ജന വാഗ്ദത്തത്തിലേക്ക് വീണ്ടും ആമേ തിരിച്ചു വരേണ്ടതിന് നിന്റെ പ്രവർത്തിയൊന്ന് ജീവിപ്പിക്കണമേ. ഈ പകൽക്കാലം ദൈവം നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഒറ്റപ്പെട്ടു പോകരുതേ, വേദനിച്ചു പോകരുതേ. നീ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. ഏത് വിഷയങ്ങൾക്കകത്തും ഇറങ്ങി പ്രവർത്തിക്കുന്ന സർവശക്തന്റെ കരം നിന്റെ കൂടെയുണ്ട്. നീ എന്തിനാ ആകുലപ്പെടുന്നേ? എന്തിനാ നീ ഭാരപ്പെടുന്നേ? എന്തിനാ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് നീ പറയുന്നേ? ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും, ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. ശൗലിനോട് ചോദിക്കുക, ശൗലേ, നീ എന്നെ, ഒരു മർമ്മം ഞാൻ പറയാം, നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ
നീ നിനക്കെന്ന് പറയുമ്പോൾ സ്വർഗം പറയുക, നിനക്കല്ലടാ, അവർ എതിരായി നിൽക്കുന്നത് എനിക്കാണ്. ഈ പകൽക്കാലം ശത്രുവിൻ്റെ വലിപ്പമല്ല, നീ ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് സ്തുതിക്കണം ദൈവത്തിൻ്റെ. ഈ പ്രഭാതത്തിൽ വചനം അങ്ങനെ പറയുന്നു. ശൗലിനോട് ചോദിക്കുക, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ശൗൽ ചോദിക്കുക, നീ ആര്? ദൈവം പറയുക, നീ ഉപദ്രവിക്കുന്ന നസ്രനായ യേശു തന്നെ. ദൈവം ചിലതിനോട് സംസാരിക്കും കേട്ടോ. ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ നിന്റെ ഓഫീസിലുള്ള ചിലതിനോട് ദൈവം സംസാരിക്കും. നിന്റെ രോഗത്തിൻ്റെ മേഖലയോട് ദൈവം സംസാരിക്കും. നിന്റെ കുടുംബത്തിനകത്തൊതുക്കുന്ന ചിലതിനോട് സംസാരിക്കും. നീ അനുഭവിക്കുന്ന ചില ഇരുട്ടിൻ്റെ പദ്ധതികളോട് ദൈവം സംസാരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിപ്പിക്കും കേട്ടോ. ഈ പകൽക്കാലം പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ പ്രവൃത്തി ഒന്ന് ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതെൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ. ഈ പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ പ്രവൃത്തി ജീവിപ്പിച്ച് ഈ പകൽക്കാലം എനിക്ക് വേണ്ടി നീ അത് വെളിപ്പെടുത്തണമേ. ഈ പകൽക്കാലം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരെ വിശ്വാസത്തിൽ വന്ന ദൈവജനത്തിനു വേണ്ടി മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവജനത്തിനു വേണ്ടി മാത്രമല്ല, ഇന്ന് പകൽ നീ ആയിരിക്കുന്ന ഇടത്തും ദൈവം ജീവിപ്പിക്കുന്നവനാണ്, ദൈവം വെളിപ്പെടുത്തുന്നവനാണ്. കൺകളെ മൂടാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോവുക. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് വെളിപ്പെടുത്താൻ പോവുക. മീൻസ് ദൈവം ചിലത് തെളിയിക്കാൻ പോവുക. എല്ലാ കണ്ണും ദൈവത്തിൽ അടയട്ടും. ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ട് കർത്താവിനോട് പറ, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് എന്നെ ഒന്ന് ഓർക്കണം, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് എൻ്റെ പ്രവർത്തികളെ ജീവിപ്പിക്കണമേ. നാളുകൾ കഴിയും മുമ്പ് അതിനെ ഒന്ന് വെളിപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, പകൽക്കാലം നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ചില വാക്തത്വങ്ങൾ ജീവനുള്ളതായി മാറും. നിന്നോട് എതിർക്കുന്ന ചിലതിനോട് ദൈവം എതിർക്കും. നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ദൈവം വാക്തത്വ നിവർത്തിയെ വെളിപ്പെടുത്തും. അസാധാരണമായ ദൈവിക കൃപ വെളിപ്പെടുത്തും, ദൈവിക ഫേവർ വെളിപ്പെടുത്തും. കർത്താവേ ഞാൻ ഈ ജനത്തെ അങ്ങനെ വചനമയച്ച് ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഫേവറും കരവും ചലിക്കട്ടപ്പ. ഇതുവരെ കാണാത്ത ചില ആത്മതലങ്ങൾ അവിടെ ജീവിതത്തിനകത്ത് തുറന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ചില വാക്തത്വ നിവർത്തികൾ ശൂന്യമായി പോയി, ഇനി ഒരിക്കലും അവൻ നിവർത്തിയാകില്ലെന്നും ഒരിക്കലും ജീവനോടെ പുറത്തു വരില്ലെന്നും വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ഇരുട്ടിൻ്റെ പദ്ധതികളെ ശാസിച്ചിട്ട് അങ്ങയുടെ പ്രവൃത്തി ജീവിപ്പിക്കണമേ. നീ അതിനെ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തണമേ. ഞാൻ ഈ പകൽക്കാലം ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അവിടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവിക വാക്തത്വം ജീവിപ്പിക്കുമ്പോൾ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അതിന് ഈ പകൽക്കാലം ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോട് കൂടെ ഒരു യാത്ര തിരിക്കാം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചിലത് വെളിപ്പെടും, അസാധാരണമായ ചിലത് വെളിപ്പെടും. പരിശുദ്ധാത്മാവിനോട് പറയാം, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ഈ പകൽക്കാലം ചിലത് വെളിപ്പെടാൻ പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് നയിച്ചാലും. പകൽക്കാലം വളരെ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവഭയത്തോടും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.